لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وبارك وسلم عليه سيدنا محمد صلى الله عليه وسلم عدد ما في علم الله صلاة دائمة بدوام ملك الله سبحان الله رب العرش العظيم الحمد لله رب العالمين ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم بارك لنا في جميع أمورنا اللهم بارك لنا في مجلسنا هذا اللهم بارك لنا في شعبان وبلغنا رمضان صل على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين الحمد لله الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعاملين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على خبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد في التراب اللهم صل على سورة سيدنا محمد في السور اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وأصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير يفوض أمري إلى الله فوض أمري إلى الله أفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن صدق الله مولانا العظيم القبر إما روضة من رياض الجنة أو حفرة من نفر النيران الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحبه أجمعين ഓതിടാമായിരം നല്ല സ്വലാത്തുകൾ ഓതിന നന്മകൾ സ്വീകരിക്കാം ഓതിയെന്നാൽ നിനക്കൊന്നിനഴസറ ഓതിടുന്നു റബ്ബ് റഹ്മാനും പുണ്യമദീനയിലെ ഉറങ്ങും അന്ത്യറസൂലിൽ മന്നാനേ പുണ്യമദീനയിലെ ഉറങ്ങും അന്ത്യറസൂലിൽ മന്നാനേ എത്തിക്കണേ ഞങ്ങളിന്നു ചൊല്ലുന്ന നല്ല
സ്വലാത്തുകളുടയോനെ എത്തിക്കണേ ഞങ്ങളിൽ ചൊല്ലുന്ന നല്ല സ്വലാത്തുകളുടയോനെ പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ വന്നസിറായിലെന്നൊരു നാളിൽ ജബൽ ഹുസൈന്റെ റൂഹെടുക്കാൻ വന്നസിറായിലെന്നൊരു നാളിൽ ജബൽ ഹുസൈന്റെ റൂഹെടുക്കാൻ ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, കുറിയോട് ടൗൺ ജുമാ മസ്ജിദിന്റെ കർമ്മധീരന്മാരായ പരിപാലക സമിതി സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ മജ്‌ലിസിൽ എത്തിച്ചേർന്ന യുവ സുഹൃത്തുക്കളെ, കാരണവന്മാരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിലുള്ള സഹോദരി സഹോദരങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോദിഷ്ഠിതമായ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നു. ജഗപരിപാലകനും ജഗന്നിയന്താവും ജഗദീശ്വരിയും ജല്ലജലാലുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് തന്നതുപോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ ഇതേപോലെ സമ്മേളിക്കുവാനുള്ള തൗഫീഖ് പടച്ചോൻ തരട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ബർസഖിന്റെ വിജയം അഥവാ ഖബറിന്റെ വിജയം എന്ന വിശുദ്ധമായ വിഷയം ചർച്ച ചെയ്തു തീരുന്നതോടൊപ്പം ആ പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ, പ്രവർത്തിക്കാൻ പരിപാലകനായ തമ്പുരാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഇതിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇതിനോട് അധികാമ്യം കാണിക്കുന്നു, ഇതിനോട് താല്പര്യം കാണിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തിൽ പ്രവാചകനെ സ്വാധീനിച്ചിട്ടുള്ള കുറെ വ്യക്തികളുണ്ട്. ആ വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം പ്രത്യേകതകളുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചില സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ സെക്കൻഡിൽ അല്ലാഹു മറുപടി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദുആഇന് ഇജാബത്തുള്ള മനുഷ്യൻ എന്ന ഒരു പവർ, ഒരു പേര് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഹദ്ദടിക്കൽ നിർബന്ധമായ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹദ്ദടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സഹോദരിയുടെ നഗ്നത തുറസ്സമായി പോകുന്നു. ഇത് കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് രണ്ട് കൈയും ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയപ്പാടോടെ പറഞ്ഞു, സഅദേ, നീ എനിക്കെതിരെ ദുആ ചെയ്യല്ലേ, ഈ അടി ഞാനിപ്പോൾ നിർത്തിയേക്കാം. എന്താ മനസ്സിലായ? സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെതിരെ ഈ പെണ്ണിന്റെ നഗ്നത തുറസ്സമാകുന്നത് വരെ ഹദ്ദടിക്കുന്ന ഖലീഫയ്ക്കെതിരെ ദുആ ചെയ്യാൻ കൈ ഉയർത്തുന്നു എന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞു, നീ കൈ താഴ്ത്തിയിട, നീ ചോദിച്ച അല്ലാഹ് അപ്പൊ ചിലപ്പോൾ മറുപടി തരും, അതുകൊണ്ട് നീ ചെയ്യരുത്, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിന്റെ താളുകളിൽ ഇങ്ങനെ വലിയ പേരില്ല, ഇങ്ങനെ നല്ല ശ്രേഷ്ഠതയുള്ള പേരില്ല സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിൽ വന്നു.
അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് കുറെ നേരം കരഞ്ഞു. എന്താ സഅദേ നീ കരയണേ? അള്ളാഹുവിന്റെ നബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ മുത്തായ നബിയേ, ഈ സഅദിന് മരിക്കണം നബിയേ, ഈ സഅദിന് മരിക്കണം, ജീവിച്ചു മതിയായി നബിയേ, എനിക്ക് മരിക്കണം റസൂലേ. അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകർ സഅദിനോട് ചോദിച്ചത്, എന്തിനാ സഅദേ മരിക്കാൻ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ചെയ്തുപോയ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുപോയ പുണ്യങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം മുഴുവനും ഈ ഭൗതിക ലോകത്ത് പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നശിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം നബിയേ, എനിക്ക് മരിക്കണം റസൂലേ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറയുമ്പോൾ, മരിക്കണമെന്നുള്ള ചിന്ത പറയുമ്പോൾ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തതെന്താ? ബഖാഉക ഖൈർ, ബഖാഉക ഖൈറുൻ ലക, നീ ജീവിച്ചിരിക്കൽ നിനക്ക് നല്ലതാണ് സഅദേ. നീ കുറച്ച് സമയവും കൂടി ജീവിച്ചിരിക്കാൻ നിനക്ക് നല്ലതാണ് സഅദേ. കാരണം അള്ളാന്റെ ഹബീബിനറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോ അത് വെറുതെയുള്ള ജീവിതമില്ല. അവര് ഇബാദത്ത് ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാനോ നിങ്ങളോ, നമ്മുടെ ജീവിതം ഇവിടെ ഹൈറാണോ എന്റെ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതം ഈ ഭൗതികമായ ലോകത്ത് ശേഷിക്കുന്ന സമയം മുഴുവനും ഹൈറാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകർ പറഞ്ഞല്ലോ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ വാബിറു സബീൽ ഉദ്ദ നഫ്സുക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ശരീരത്തെ നീ എണ്ണേണ്ടത് അസ്ഹാബിൽ ഖുബൂർ, പള്ളിക്കാടിൽ പോയിട്ട് ഇന്നലെ നാം മതിൽ കെട്ടണമെന്ന് പറഞ്ഞ കുറിയോട് ടൗൺ പള്ളിയുടെ പള്ളിക്കാട്, ആ പള്ളിക്കാടിൽ പോയിട്ട് എണ്ണുക. ഖബർ 106, 107, 108, പിന്നെന്താ 109, അങ്ങനെ വേണം. പിന്നെ 109 വിരലിങ്ങോട്ട് നെഞ്ചിലേക്ക് വരണം. സ്വന്തം ശരീരം ഇവിടെ വന്ന് കിടക്കേണ്ടതാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചോദിച്ചതാ, അള്ളാഹുവിന്റെ റസൂലേ, ഇസ്ലാമിന്റെ യുദ്ധങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട് പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് സഹാബികൾ വണ്ണമായ പ്രതിഫലം നേടിയെടുക്കുന്നുണ്ട്. ആണുങ്ങൾ അല്ലേ, ധാരാളം പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ട്. തുടരെ തുടരെ മദ്ദളവും നുരസോടും ഒറ്റകളും പജയുടെ തുടികൾ തപ്പുകളും കൈമണി തുനികൾ ദാശകളാ പുളമ പുല്ലുകൾ പോള ചൂളകൾ കൊമ്പു ചങ്കുകളാൽ തകൃതികൾ കോള് താളനെ ഓടി ചാടി സഫുനിപ്പുകളാൽ പാട്ടിന്റെ മധുരിമയിൽ മഹിമയിൽ ശുഹദാക്കൾ കിട്ടുന്ന പ്രതിഫലം പാടുന്നവരും പറയുന്നവരും ചർച്ച ചെയ്യുന്നവരുമാണ് നമ്മൾ. ശുഹദാക്കൾ കിട്ടുന്ന പ്രതിഫലം മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ശുഹദായി രക്തസാക്ഷിയായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് ഷഹീദായി രോമഭൂമങ്ങളെ ഇസ്ലാമിന് വേണ്ടി പറിച്ചു കൊടുത്തിട്ട് അവർ പ്രതിഫലം നേടുമ്പോ അള്ളാഹുവിന്റെ റസൂലേ, അവരൊക്കെ ആൺകുട്ടികളാണ്, അവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളോ ഇവിടെ ഇരിക്കാൻ ആശ്വാസം ഇറങ്ങുന്നോളൂ വരയുന്നോളൂ. അപ്പൊ നമ്മളൊന്നും ചോദിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആൺകുട്ടികൾക്ക് കിട്ടുന്നത് പോലെ പ്രതിഫലം നമുക്കും കിട്ടണം. അള്ളാഹു നമ്മുടെ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വൈഷമ്യതകളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചു നമുക്ക് മാറ്റിത്തരട്ടെ. ഇവരൊക്കെ ഇപ്പോ ചെമ്പൂരിന്റെ വാദ കേട്ട് തീർന്നവരാണ്. 2 വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഈ പമ്പ് ഉണ്ടോന്ന് പേടിച്ച് പലരും ഇങ്ങനെ വഴിയിൽ കറങ്ങി നിൽക്കുക. മിടുക്കന്മാരിതൊക്കെ പമ്പ് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്നിവിടെ എത്തേണ്ടേ. അള്ളാഹു നമ്മുടെ സദസ്സിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ചുരിഞ്ഞു തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ആണുങ്ങൾക്ക് മാത്രം അങ്ങനെയുള്ള പ്രതിഫലം കിട്ടുന്നുള്ളൂ, നമുക്കതില്ല. നമുക്കത് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നബി? അത് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നബി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ
ഒരു ദിവസം പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ മരണത്തെക്കുറിച്ച് അഗാധമായി ചിന്തിച്ചാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ പ്രഭാതത്തിലും പ്രദോഷത്തിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് ഹബീബായ പ്രവാചകൻ പറയാം. ചിന്തിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരുണ്ടോ? സഹോദരിമാർക്ക് നേരുണ്ടോ? ഞാൻ ഓർക്കട്ടെ, ഇന്നലെ എന്റെ പ്രിയപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞു നമ്മൾ വാഴ വെക്കാൻ വരാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ വന്നിട്ട് നിങ്ങൾ ഒരുപാടൊന്നും പറഞ്ഞില്ല. ഒരുപാട് പറയാൻ നേരമില്ലല്ലോ. വളരെ ചുരുങ്ങിയ 2 മണിക്കൂറിനകത്ത് നിങ്ങൾ നമ്മുടെ കാര്യം തന്നെ പറയാൻ നേരമില്ല. പക്ഷേ പ്രഭാതത്തിലും പ്രദോഷത്തിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികളായ മുസ്ലിം സമുദായം ആ പ്രഭാതവും പ്രദോഷവും അള്ളാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ആ ഹദീസിന്റെ ഉള്ളറ നമ്മെ വിളിച്ചറിയിക്കുന്നു. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂ ബുക്റതൻ വഅശീലാ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഇത് മുസ്ലിം സഹോദരിമാർ മാത്രമല്ല, ഹൈന്ദവ പുരാണങ്ങൾ പരിശോധിച്ചാൽ ഒരു ഹിന്ദു പെണ്ണ് എങ്ങനെ ഉറക്കമെഴുന്നേൽക്കണം, ഉറക്കമെഴുന്നേറ്റുടനെ എന്തു പറയണം, പുരാണങ്ങൾ പറയുന്നുണ്ട്. എത്ര ഹൈന്ദവ വീടുകൾ നടക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. നിങ്ങളെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ പോരാ. ജീവിതത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എനിക്ക് ഇതേപോലെയുള്ള നിങ്ങളുടെ ആ വേദഗ്രന്ഥങ്ങൾ പറയുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം, അല്ലാതെ നിങ്ങളെ കൊല്ലാനും നിങ്ങളെ നശിപ്പിക്കാനും അടിയുണ്ടാക്കാനും വല്ല പറയില്ല. ആ ഹൈന്ദവ സഹോദരി ഉറക്കമെഴുന്നേൽക്കുമ്പോ വലതുഭാഗം ചെറിഞ്ഞ് എഴുന്നേറ്റ് 2 കൈ ഇങ്ങനെ വെച്ചിട്ട് പറയണോത്രേ, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. കരാഗ്രേ വസന്തേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. അതുപോലെ തന്നെ മുസ്ലിം പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നീ ഉറക്കമുണർന്ന ഉടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, ഈ പ്രഭാതം എനിക്ക് വെട്ടി തുറന്നു തന്ന പടച്ചവനെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹ്. വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച ആയുസ്സെത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എപ്പോഴാ മരിക്കേണ്ടതെന്ന് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച സമയമെത്തിക്കഴിഞ്ഞാൽ, ആ കാലയളവെത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു സെക്കൻഡ് പോലും ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെന്താ ചെയ്തിട്ടുള്ളത്? നമ്മളെന്താ നമ്മുടെ ഖബറിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? നമ്മളെന്താ നമ്മുടെ പരലോകത്തിന്റെ മോക്ഷത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഖബർ കണ്ടാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ഭാഗത്തുനിന്നിരിക്കുകയാ. എന്നിട്ടോ ആ ഖബറിന്റെ ഭാഗത്തിരുന്ന് കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത കരച്ചിലാണ്, വേദന ഇങ്ങനെ മനസ്സിന്റെ കത്തുറത്തിലൂടെ കണ്ണുനീർ തുള്ളിയാടി പുറത്തേക്ക് വരുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിച്ചു, അത്രേ നിങ്ങൾ എന്തിനാ കരയുന്നത്, നിങ്ങൾ എന്തിനാ നിങ്ങളെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഖബറിന്റെ അകത്ത് രക്ഷപ്പെടാ, ഈ ഖബറിന്റെ അകത്ത് വിജയിച്ച, ഈ ഖബറിന്റെ അകത്ത് കരകയറിയ പിന്നെ എനിക്കൊരു ഭാഗവും പേടിക്കേണ്ടി വരില്ല. ഈ ഖബറിന്റെ അകത്ത് രക്ഷപ്പെടുന്ന മനുഷ്യൻ ലോകത്തുള്ള പരലോകത്തുള്ള മുഴുവൻ പരീക്ഷണത്തിന്റെ പരദീസയിൽ ഈ പരാജയത്തിന്റെ പരമ്പുഴയിലേക്ക് വലിച്ചെറിയപ്പെടാതെ വിജയത്തിന്റെ പരാഗരിമാർ സ്വർഗത്തിന്റെ സുഹൃതങ്ങൾ ആസ്വദിക്കുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെന്താ ചെയ്തു പോയത്? നമ്മളെന്താ നമ്മുടെ ഖബറിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? നമ്മളെന്താ നമ്മുടെ ഖബറിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരാനുള്ള യാത്രയല്ല, 2 വർഷം കഴിഞ്ഞ് മടങ്ങി വരാനുള്ള യാത്രയല്ല, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര.
ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര. കുടുംബത്തിൽ നിന്റെ ഭാര്യയെ കാണാൻ, നിന്റെ മക്കളെ കാണാൻ, നിന്റെ മാതാപിതാക്കളെ കാണാൻ, നിന്റെ ബന്ധുക്കളെ കാണാൻ, നിന്റെ കൂട്ടുകാരെ കാണാൻ, ഒരാളെയും കാണാൻ തിരിച്ചു വരാത്ത യാത്ര, അവസാന യാത്ര. അവസാന യാത്ര നിന്നെ കൊണ്ടുപോവുകയാണ്. ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കാൻ ഈ മുസ്ലിം സമുദായത്തിന്റെ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുമ്പോൾ ക്രിസ്തീയ സഹോദരന്മാർ അതിൽ വിജയിച്ചു. കാരണം എന്താണെന്നറിയോ? ഏത് പ്രാർത്ഥനയിലും ക്രിസ്തീയ സഹോദരങ്ങൾ പാടാറുണ്ട്, സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴികയാ ഈയുടുത്തു മാറ്റുവാൻ. ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴികയാ ഈയുടുത്തു മാറ്റുവാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും ജീവിതത്തിൽ തിരു സ്വന്തം നടക്കുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും ജീവിതത്തിൽ രഥമായി ഉരുളുന്നു. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനാൽ ഞാൻ തനിയെ പോകുന്നു. പക്ഷെ അവരുടെ ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് സമയം പറയുന്നു. അതിന്റെ കൂടെ എപ്പോഴും അതിന്റെ സമാപനം മരണത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്ന രംഗം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്ര ഭാഗത്ത് ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സ്വന്തമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കാൻ, നേരെയാക്കാൻ എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരിമാർ പരിശ്രമിക്കാറുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, ഇവിടെ രക്ഷപ്പെട്ടാൽ ഇവിടെ നിന്നങ്ങോട്ട് മുഴുവനും രക്ഷപ്പെട്ടുപോയി, ഇവിടെ രക്ഷപ്പെട്ടാൽ ഇവിടെ നിന്നങ്ങോട്ട് മുഴുവനും രക്ഷപ്പെട്ടുപോയി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ദൈവാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പിതാവിന്റെ വഫാത്തിന്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂലായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്തതാ പൊന്നുമോൾ ഫാത്തിമ അടുത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആ ഫാത്തിമാനെ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രവാചകർ രഹസ്യം പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ പുഞ്ചിരിച്ചുപോയി. എന്തിനാ ചിരിച്ചതെന്നറിയുമോ? ഫാത്തിന്റെ നേരത്ത് അറും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആനന്ദഭൂവിന്റെ ഹാലും നീല കണ്ട് ആദും സ്വഹാബത്തും ആകെ തളർന്നല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ആകെ തളരുന്നു. മുത്തായ ഫാപ്പുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ഉപ്പാനെ നോക്കുന്നു. ഏറ്റം തിരിശത്ത ഉപ്പാനെ നോക്കുന്നു. പരിചരി എല്ലാരും നിൽക്കുന്നു. റസൂലിന്റെ വഫാത്തിന്റെ മോചന്യമായി സഹാബത്തിന്റെ കണ്ണുകൾ വെട്ടി ഒളിച്ചു പോയിട്ട് ആ കണ്ണുനീർ തുള്ളികൾ ഒഴുകി വീഴുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഫാത്തിമാനെ അടുത്ത് വിളിച്ചിട്ട് മുത്തനബി പറഞ്ഞു കൊടുത്തു ഒരു രഹസ്യം. അത് കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒന്ന് പുഞ്ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയുടെ കാതിൽ, മോളെ നീയായിരിക്കും എന്റെ കുടുംബത്തിൽ ഇനി ആദ്യം മരിക്കുക എന്ന് പറഞ്ഞപ്പോ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. കാരണമെന്താ? പ്രവാചകനില്ലാത്ത ദുനിയാവിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിട പറയാനുള്ള വെപ്രാളമായിരുന്നു ആ മനസ്സ്. പക്ഷേ അവരൊക്കെ മരിച്ചാലുണ്ടല്ലോ, അവര് കരുതി വെച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ മരണത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ രക്ഷപ്പെടാനുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം പെണ്ണ് അല്ലെങ്കിൽ ലോകത്ത് ഏത് മതത്തിൽപ്പെട്ട പെണ്ണാണെങ്കിലും സന്തോഷിക്കുന്ന സൗന്ദര്യത്തിന്റെ സുന്ദരമായ വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തത് മണവറ കണ്ട് മയങ്ങിപ്പോയില്ല, മണവറ കണ്ട് മനസ്സ് മയങ്ങിപ്പോയില്ല. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിന്റെ പ്രഥമ രാത്രിക്ക് തുടക്കം കുറിച്ചപ്പോ ഖബറിന്റെ ഒന്നാമത്തെ രാത്രിയെക്കുറിച്ച്, ഖബറിന്റെ അതിരാത്രിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്തിപ്പോരെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മ, നമ്മുടെ സന്തോഷത്തിനപ്പുറം, നമ്മുടെ സന്തോഷത്തിന്റെ എല്ലാ സമയത്തിനും സമാപനം ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കാതെ എന്നേക്കല്ല. മൂന്നാമത്തെ ദിവസത്തെ ഈ പ്രഭാഷണ വേദി ഇന്ന് പ്രസംഗം കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, ഇന്ന് പിരിയുമ്പോ ഖബറിന്റെ ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിനകത്ത് നിറച്ചുകൊണ്ടാണ് നമ്മൾ പോവുക. പക്ഷേ എന്താണ് നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോവുക? ഒരു 60 കൊല്ലം ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരുന്നാൽ ഒരു 60 കൊല്ലം ഒരു മനുഷ്യർ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരുന്ന അവന്റെ 30 വയസ്സ് മുഴുവൻ, അവന്റെ 30 വർഷം അവന്റെ രാത്രി കൊണ്ടുപോവുകയാണ്. 60 വയസ്സ് വരെ ജീവിച്ചാൽ ഒരു ദിവസം 24 മണിക്കൂറെങ്കിൽ 12 മണിക്കൂർ പകല്, 12 മണിക്കൂർ രാത്രി. അങ്ങനെ കൂട്ടുമ്പോ 60 ദിവസം, 60 വർഷം ജീവിച്ചിരുന്ന 30 വർഷം പകല്, 30 വർഷം രാത്രി. അപ്പൊ അങ്ങനെ കണക്കാക്കുമ്പോ 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ 30 വർഷം, 30 വയസ്സ് പൂർണ്ണമായി കൊണ്ടുപോകുന്നത് എന്താ? രാത്രി. ആ രാത്രിയിൽ എന്തുണ്ട്? രാത്രിയിൽ എന്തുണ്ട്? കിഴങ്ങ് മോഷ്ടിക്കുന്നവരുണ്ട് രാത്രി, കരിക്ക് മോഷ്ടിക്കുന്നവരുണ്ട് രാത്രി. പിന്നെ ഇതിനേക്കാളും രസം, മതപ്രസംഗം കഴിഞ്ഞ് 2 മണിക്ക് 3 മണിക്ക് നടന്നു പോകുമ്പോ ഓരോ ജംഗ്ഷനിലും ഒറ്റയ്ക്ക് പ്രേതം കണക്ക് നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രേതം വന്നാൽ അവര് പോലും പേടിച്ചു പോകുന്ന രീതിയിൽ നിൽക്കണ കുറെ ജന്തുക്കൾ വീടിന്റെ സിറ്റൗട്ടിന്റെ ഭാഗത്തിറങ്ങി തലയും ചുരണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരോടാ സംസാരിക്കണമെന്നറിയോ? ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ സാധനമില്ല. ഈ അടുത്തൊരു പെണ്ണ് പറഞ്ഞത് അത്ര ഔസേപ്പ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഔസേപ്പിനോടാ സംസാരിക്കുന്നത്. മച്ചമാരെവിടെ കാട്ടറവികളുടെ കാല് കഴുകിയിട്ട് മരുന്ന് പോലെ കുടിച്ചുകൊണ്ടിരിക്കുക വറക്കത്തിന് വേണ്ടി. ഇവിടെ ഔസേപ്പ് അല്ലേ? എന്ത് ലജ്ജയില്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഹലോ പ്രിയത്തിൽ വിളിച്ചിട്ട്, ഞാനാ കുരിയോടുന്ന് കുഞ്ഞാത്ത, എന്താ ജോലി? ഞാൻ ഔസേപ്പ. ഇത് പറഞ്ഞിട്ട് എത്ര മുസ്ലിം പെണ്ണ്, എത്ര മുസ്ലിം പെണ്ണുങ്ങൾ, എത്ര കുടുംബങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മുടെ രാത്രി ഇങ്ങനെ പോവാ. ഇനി അങ്ങനെ കുറെ പോയി. അത് കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ച്, ഉത്സവ സീസണാകുന്നല്ലേ? കുറെ കോമഡി ഷോയ്ക്ക് വേണ്ടി, മിമിക്സ്, ബാലേക്ക്, നാടകങ്ങൾക്ക് വേണ്ടി, എന്റെ ഗാനമേളകൾക്ക് വേണ്ടി എത്ര രാത്രികളെ മുസ്ലിം ചെറുപ്പക്കാർ ഒഴിവാക്കണമെന്ന്, എത്ര രാത്രികളെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ഒഴിവാക്കുന്നു എന്ന്. സഹോദരിമാര് മോശമില്ല, നിങ്ങൾ പിന്നെ ആരും ചോദിക്കണമെങ്കിൽ പറയും അത് പിന്നെ കൊച്ചു ആനയെ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലുമില്ലാതെ അതുകൊണ്ട് കൊണ്ടുപോയി. സംഭവം അതിന്റെ പേരിലാണെങ്കിലും കാണുന്നത് ആനയല്ല, ആന എഴുന്നള്ളം. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കുക. ഒരുപാട് പ്രയാസമുള്ളവരെ രാത്രിയൊക്കെ പോയില്ലേ? ഈ സമുദായത്തിൽ നല്ല രാത്രികളൊക്കെ പോയില്ലേ? എത്രയോ രാവും, എത്രയോ പാതിരാ സമയങ്ങളിൽ ഈ സമുദായം പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിരുന്ന രംഗമെല്ലാം നഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ, നമ്മുടെ രാവുകൾ എങ്ങനെയാക്കണം? റമദാൻ വരെയാണ്. റമദാനില് ഇടയത്താഴം കുടിച്ചോണ്ട് ഒരൊറ്റ കിടത്തം, 5 മണിയാകുമ്പോൾ കുളിച്ചോണ്ട് വന്നിരിക്കും, നോമ്പ് കുറിച്ചോണ്ട് ഒരൊറ്റ കിടത്തം, വെളുപ്പാങ്കാലത്തിന് ഇടത്താഴം കുടിച്ചോണ്ട് ഒരൊറ്റ കിടത്തം, 5 മണിക്കുള്ളിലും കുളിച്ചോണ്ട് വരും, നോമ്പ് കുറിക്കും ഒരൊറ്റ കിടത്തം. ഇതാണ് നമ്മളെ ചോദിച്ചാ നോമ്പ് സംഭവം മുഴുവൻ ഫുൾ ടൈം ഉറക്കാം. നോമ്പുകാരന്റെ ഉറക്കം പോലും ഇബാദത്താണ്. പക്ഷെ ഇങ്ങനെയുള്ള ഉറക്കം ഇബാദത്താണോ? എനിക്ക് കമ്പ്യൂട്ടറിൽ കയറ്റി നോക്കണം.
എന്തുറക്കാൻ നമ്മൾ ഇടയത്താഴം കൊടുത്തുകൊണ്ട് അള്ള ഉണ്ടെന്ന് പറഞ്ഞ് ഒറ്റ കിടത്ത്. ഒരാൾ ചോദിച്ചാൽ സുബഹി 3 മണിക്ക് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞു അത് അല്ല, നോമ്പ് 2:30 ഇടയത്താഴം കൊടുത്ത് 3 മണിക്ക് നിസ്കരിക്കണമെന്ന് കിടന്നാൽ പിന്നെ എനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ സുബഹി കളായി പോയി. നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ അത് അവർക്ക് തോന്നുന്ന സമയത്തല്ല, പടച്ചോൻ പറയുന്ന സമയത്തല്ല, അവർക്ക് തോന്നുന്ന സമയത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാവുകൾ അങ്ങനെ പോയി. 60 വയസ്സ് വരെ ജീവിച്ചവന്റെ രാത്രിയെ കുറിച്ച് ചിന്തിച്ചാൽ 30 വർഷം രാത്രിയാ കൊണ്ടുപോണേ. ആ രാത്രി നാം എന്ത് ചെയ്തു? പിന്നെ 30 പകല്. ആ 30 പകലിലോ ന്റെ പകലിന്റെ രാവുകൾ രാത്രികൾ കൊണ്ടുപോവുകയാണ്.